വെള്ളച്ചെണ്ട് കണ്ടോ? ഞാൻ പോയി എടുത്തോളാം. എന്താച്ചാ ഞാൻ ഷർട്ട് എടി നീ കേട്ടില്ലേ അച്ഛന്റെ വെള്ള ഷർട്ട് അകത്താന്ന്. ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം. മാറി മാറി അച്ഛാ, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ മുറിയെ കയറുമ്പോൾ അവളോട് അനുവാദം ചോദിക്കണം. അവൾക്ക് അവളുടേതായ പ്രൈവസി. എനിക്കൊരു ഷർട്ട് വേണ്ടേ? ഞാൻ എടുത്തിട്ട് വരാം അച്ഛാ ഷർട്ട്. നീ എടുക്കണ്ട, നീ അവിടെ മാറി നിൽക്ക. അവൾ എടുക്കട്ടെ. എന്നാ പിന്നെ അവള് എടുത്തോട്ടെ. ഷർട്ട് കിട്ടിയാ പോരെ? ഞാൻ എടുത്തിട്ട് വരാം. ഇപ്പൊ എടുത്തിട്ട് വരാമേ. അച്ഛാ ഇപ്പൊ വരാം അച്ഛാ. നീ പോടി. എന്താടാ ഒരു കള്ള ലക്ഷണം? ആർക്ക്? നിനക്ക്. എനിക്കായിരുന്നാ? അത് കുഴപ്പമില്ല, അത് എനിക്ക് എപ്പോഴും ഉള്ളതല്ല അച്ഛാ. ഞാൻ എപ്പോഴും ഇവിടെ എന്തോ ഒരു ബഹളം. ഒന്നുമില്ല. നിന്റെ മോന്റെ മുഖത്തെ കള്ള ലക്ഷണത്തെ കുറിച്ച് പറയായിരുന്നു. എന്റെ മോന്റെ മൊത്തം കള്ളലക്ഷണം നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ മോള് അവളെ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. പിന്നെ ചെറുക്കൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും അല്ല ചട്ടവും പഠിപ്പിച്ച് അവന്റെ ചന്തിക്ക് വെക്കുന്നവന് നല്ല പേടിയുണ്ട് അല്ലേ? ആ ഞാൻ തന്നെ നിങ്ങളുടെ മോളെ സൂക്ഷിച്ചു. അച്ഛാ ഷർട്ട് കണ്ടോടി, എന്റെ മോൾ ആരെങ്ങനെ കുറ്റമൊന്നും പറയണ്ട. ചെറുക്ക നിനക്ക് വല്ലതും കഴിക്കാൻ വേണോ? വേണ്ട. ഇതാ രണ്ടും കൂടെ ഒരു കള്ളത്തരം. അമ്മമാരോട് കള്ളം പറയരുത് കേട്ടോ. ഇല്ലമ്മേ, ഒന്നുമില്ല. ഇടി ആളെവിടെ? ചേട്ടാ എന്നെ മനസ്സിലായില്ലേ? മനസ്സിലാടാ തെണ്ടി. എടി നിനക്ക് ഇവനല്ലാണ്ട് വേറെ ആരും കിട്ടില്ലേ പ്രേമിക്കാനായിട്ട്? ഇവനെന്തോ ഒരു കുറവ്. അതെ, എനിക്കെന്തോ ഒരു കുറവ്. എന്താ അവിടെ രണ്ടും കൂടെ? ഒന്നുമില്ലമ്മേ. ദൈവമേ, ഒന്നും മിണ്ടാതിരിയടാ. എടി ഈ മരപ്പാഴയാണോ നീ പ്രേമിച്ചേ? ചേട്ടൻ എന്തിനാ ഏത് നേരം ഇത് എന്നെ പറയണേ? നിങ്ങളൊന്ന് പതുക്കെ സംസാരിക്കൂ. കണ്ട ബുദ്ധി കണ്ടാ? എടി ഇവര് മറ്റേ ചാലിയുടെ പരിപാടിയൊക്കെ ഉണ്ടീ. ഏയ് ഡോണ്ട് ടെൽ നോൺസെൻസ്. ഇറ്റ്സ് ഓൺലി ഓൺ വീക്കെൻഡ്സ്, ഓക്കേ? എന്ത് കുന്തോ ആയിക്കോട്ടെ, ഇവനെ പുറത്തിറക്കാൻ ഞാൻ നിന്റെ കൂടെ നിൽക്കില്ല. പറ്റില്ല. പറ്റില്ല. ഓക്കേ. ഇപ്പളോ? ആലോചിക്കട്ടെ. അല്ല ഫോണിലെന്താ? ഞാൻ പറഞ്ഞുതരാം. ഡി നോ. യെസ്. നോ. എവരി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് ഐ സീ യു. മാറിക്കണം അവിടുന്ന്. രണ്ടെണ്ണത്തിന് കൂടെ മതിയായില്ലേ? എടി ഇന്നേ വരെ നമ്മുടെ കുടുംബത്തില് ഇങ്ങനെ ഒരാളും ഈ പരിപാടി ചെയ്തിട്ടില്ല. അപ്പൊ ചേട്ടൻ ചെയ്തതോ? ചേട്ടൻ ചെയ്താ? എടാ ഒന്നും മിണ്ടാതിരിയടാ ചെക്ക. ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞ് തീർത്തോട്ടെ. ഓക്കേ. ചേട്ടൻ ഇവനിപ്പൊ ഇറക്കി കൊടുക്കില്ലയോ? എടി പിന്നെ ഞാൻ ആലോചിക്കണതേ, ഈ കാര്യം ചെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞാലോ? അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് രണ്ട് വഴക്ക് കേൾക്കും. അല്ലാതെ എനിക്ക് വയ്യ ഇങ്ങനെ ടെൻഷൻ അടിക്കാനായിട്ട്. അപ്പൊ പറ്റില്ല അല്ലേ? പറ്റില്ല. Hey man, this is not fair, you know. ചതിയൻ. എടാ നിനക്ക് ഈ പരുന്ത് വേല ഇതിനെ അറിയില്ലടാ. പൈസ കടം കൊടുത്താൽ മേടിക്കാൻ എനിക്കറിയാം കേട്ടോ. എടാ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നീ എനിക്ക് പൈസ തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് നിന്നെയും പൊക്കി താറ് വീപ്പയിലും മുക്കിയിട്ട് നേരെ അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് താത്തൂടാ ഞാൻ. നിനക്കെന്നെ അറിയില്ല. പൈസ മേടിച്ചിട്ട് കടം വെക്കടാ ഫോണ്. നിങ്ങൾ ആരെ അറബിക്കടലിൽ മുക്കുന്ന കാര്യം പറയുന്നത്? എടി ഒരുത്തം പലിശക്ക് പൈസ മേടിച്ച് മുങ്ങി കിടക്കുക. എത്ര രൂപ? 2500 രൂപ. അതിനാണോ നിങ്ങൾ ഈ കിടന്ന് കാറുന്നത്? 2500 ഒരു പൈസയല്ലേ എടി? എനിക്ക് 2500 250 രൂപയാണെങ്കിൽ എനിക്കൊരു പൈസയാ. അറിയോ? ഞാൻ തന്നെയല്ലേ അധ്വാനിച്ചുണ്ടാക്കുന്നത്. കാരണം തൊണ്ടക്കാർ ഇവിടെ കിടന്ന് വീണ് പോരുത്. ഒരു മനുഷ്യൻ നോക്കൂല. കണ്ടാ, വെറും 2500 രൂപയ്ക്കാണ് അച്ഛൻ ഇത്രയും ഒളിമ്പ് വിളക്ക് വെച്ചത്. ആ ചേട്ടൻ അങ്ങനെ 25,000 രൂപ കട്ടെടുത്തു എന്നങ്ങനെ അറിഞ്ഞ. എടാ ഈ നേരത്തെ ഒന്നും മിണ്ടാതിരിയടാ. എടി എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. എടാ ഒന്ന് മാറി നിൽക്കടാ. എന്തോ മക്കളെ. അമ്മ ഞാൻ പോവാ.
എന്താ മോളെ അകത്ത് പരിപാടി? എന്താ അമ്മേ ഞാൻ ചേട്ടൻ ചുമ്മാ സംസാരിച്ചിരിക്കുക. എനിക്ക് അകത്തോട്ടൊന്ന് കയറണം. കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ എടുക്കാനുണ്ട്. ഓ ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ കുറച്ച് പ്രൈവസി ഒക്കെ തരണ്ടേ? അവരുടെ അനുവാദമൊക്കെ ചോദിക്കേണ്ട റൂമിൽ കയറുമ്പോ. ഞാനേ ടോക്സി പേരന്റാ. മാറിങ്ങോട്ട്. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊന്നും വന്നതല്ല. ഞാനൊരു കീറ തുണി എടുക്കാൻ വന്നതാ. ഞാനേ ഈ തുണി എടുക്കാൻ വന്ന ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. പോട്ടെ, രണ്ടുപേരും കൊണ്ട് വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കും. എന്തോ ഉണ്ട്, എന്തോ ഉണ്ട്. ഇയാളെന്താ വരികിനെ പോലെ ഇരിക്കുന്നേ? എടി രൂപ 25,000 പോയിരിക്കുന്നത്. എവിടുന്ന്? അക്കൗണ്ട്. എങ്ങനെ? ആ ഇത് നിങ്ങളുടെ മക്കള് തന്നെ ആയിരിക്കും, എനിക്ക് ഉറപ്പാ. എന്ത് മക്കള്? നിങ്ങളുടെ മക്കൾ രണ്ടും കൂടെ എന്തോ ഉടായ്പ മുറിക്കകത്ത് കാണിക്കുന്നുണ്ട്. എന്തുടായിപ്പ്? അതല്ലേ എനിക്ക് അറിയാത്തത്. അങ്ങനെ എന്നെ പറ്റിച്ച് ഒരുത്തൻ ഇവിടെ ജീവിക്കാന്ന് കരുതണ്ട. അതിപ്പോ മക്കളായാലും ഭാര്യയായാലും. ആ റൂമിൽ അങ്ങനെ എന്തെങ്കിലും ഉടായിപ്പുണ്ടെങ്കിൽ അത് ഞാനിന്ന് പിടിച്ചിരിക്കും. പയ്യെ പിള്ളേരെ തല്ലല്ലേ?